മന്ത്രി രാജീവിൻ്റെ തന്നെ ഒരു ഇത് വന്നായിരുന്നു, ഇവിടുത്തെ ഒരു ഹൗസ് ഫാമിങ്ങിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള. ശരിക്കും അതൊന്നും ഒരു പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തമായ അന്വേഷണങ്ങളുടെയോ ഇതിൽ പറയണല്ല. 1.5 മാസം മുമ്പേ മഞ്ഞപ്പിത്തം ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് ഉണ്ടെന്നും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയത് ഇപ്പോഴാണെന്നും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധിയുടെ ഉറവിടം അധികൃതർക്ക് അറിയാമായിരുന്നെങ്കിലും അത് മറച്ചുവെച്ചിട്ടുള്ള പ്രഹസനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് യുവാവിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രി രാജീവിൻ്റെ തന്നെ ഒരു ഇത് വന്നായിരുന്നു, ഇവിടുത്തെ ഒരു ഹൗസ് ഫാമിങ്ങിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള. ശരിക്കും അതൊന്നും ഒരു പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തമായ അന്വേഷണങ്ങളുടെയോ ഇതിൽ പറയണല്ല. പ്രാദേശികമായിട്ട് ഇവിടുന്ന് കിട്ടിയ കുറേ വിവരങ്ങളുടെ ഇതിൽ പറയണതാണ്. ഇപ്പോൾ ഹെൽത്തിൻ്റെ വിഭാഗം തന്നെ ഈ രോഗം ഇവിടെ കണ്ടെത്തി പലരും വീടുകളിൽ ഇതിൻ്റെ ചികിത്സയൊക്കെ നടത്തി പോകുന്നു. പക്ഷേ വ്യാപകമായപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിൽ നിന്ന് ആദ്യം വരുന്ന സമയത്ത്, മാസങ്ങൾക്ക് ശേഷമാണ് ഹെൽത്തുകാർ ഇറങ്ങിയത്. അവർ വന്നപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള കുറച്ച് സീപോർട്ട് എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ പാലച്ചോട് സംബന്ധമായിട്ടുള്ള ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ, അവിടെ നിന്നാണിത് ഇതിൻ്റെ ഉറവിടമെന്ന് ഹെൽത്തിന് ബോധ്യപ്പെട്ടിട്ട് അങ്ങനെ കുറച്ച് വിവരങ്ങളൊക്കെ ഹെൽത്തുകാർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് അതൊരു ഹൗസ് ഫാമിങ്ങിലേക്ക് മാറിയത്. അങ്ങനെ ഒരു ഹൗസ് ഫാമിംഗ് ഇവിടെ നടന്നിട്ടുണ്ടോ? ഒരെണ്ണം നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പേ ഇവിടെ മഞ്ഞപ്പിത്തമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ലൈനിലും HMT കോളനിയിലും ഒക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വന്നത് ഇങ്ങനെ വ്യാപകമായപ്പോഴാണ്. കാരണം സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ ഒരു മഞ്ഞപ്പിത്തം പോലെ അല്ലെങ്കിൽ പനി ഛർദിൽ പോലെ ഒരു അസുഖം വന്ന ആരും അങ്ങനെ എടുത്തെപ്പോഴും പറയുമല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു പകർച്ചവ്യാധിയായിട്ട് വ്യാപിച്ചേക്കാണ്, അപകടാവസ്ഥയാണെന്നൊക്കെ പറയുമ്പോഴാണ് എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ ഈ ഹോട്ടലുകളിലാണെങ്കിൽ അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ഇത് പരിശോധിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കാർഡ് കൊടുത്തുന്നോർത്ത് അവിടെ എല്ലാം ശുദ്ധിയാവണമെന്നില്ല. അത് ഹെൽത്തിൻ്റെ രൂപത്തിൽ അവർ ഏതെല്ലാം രീതിയിൽ മാനദണ്ഡങ്ങളുണ്ടോ അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആ കടയുടെ ഓണർ പോയി ഒരു ഹെൽത്ത് കാർഡിന് എഴുതി കൊടുത്തു, അത് ഹെൽത്ത് കാർഡ് എടുത്ത് ആ സ്റ്റാഫിന് കൊടുത്താൽ എല്ലാം ക്ലിയറായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടുത്തെ കുടിവെള്ളം നോക്കേണ്ടതുണ്ട്, അവിടുത്തെ ഭക്ഷണ പാകം ചെയ്യുന്ന റൂട്ട് കാര്യങ്ങൾ അതിൻ്റെ വൃത്തിഹീനമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഹെൽത്ത് മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കിണറുകളിൽ നിന്ന് വ്യാപിച്ചതായിട്ട് ഇവിടെ പൊതുവെ ജനങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത്രയും വ്യാപനം വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ അടക്കം ഒരാൾ പറഞ്ഞത് ഇപ്പോൾ മറ്റക്കാട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പൈപ്പ് ലൈനിലൊക്കെ ഈ പാടം പോലെ കിടന്നത് മണ്ണ് ഇട്ട് നികത്തുന്നതിന് പകരം ഇവിടെ ഏതോ ബിൽഡിങ് കത്തിയപ്പോൾ അതിൻ്റെ വേസ്റ്റും ഈ മെഡിസിൻ അടക്കമുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് നികത്തി എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുകയാണ് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായ ലാഭം നോക്കി ചെയ്യണതാണ്. കാരണം മണ്ണടിക്കുമ്പോൾ അത്യാവശ്യം പൈസ വരും, അതിനു വേണ്ടി അവർ ചെയ്യണതാണ്. പക്ഷേ ആ ഒരു സാധനത്തിൽ സംഭവിച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്യുമ്പോൾ അതും എല്ലാം കൂടി ഊറി ഇറങ്ങി ഈ തോട് വഴിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭാഗത്തുള്ള കിണറുകളിലൊക്കെ അത് ബാധിക്കും. ആ ഒരു വ്യാപനം ശരിക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ വെള്ളക്കെട്ട് പൗണ്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി എന്തോ ഒരു ബോട്ടിങ് സയൻസ് പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള അതിൽ എന്തോ ഒരു പദ്ധതി തയ്യാറാക്കി നഗരസഭയുടെ അധികൃതരും എല്ലാവരും കൂടി വന്നപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം കണ്ടിട്ട് അവർ ടെസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 1.5 മാസം മുമ്പ്. അത് അങ്ങനെ ഒരു പറഞ്ഞു കേട്ട അറിവാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് കിട്ടി. അതിൽ കാണിച്ചേക്കണത് വളരെ മാരകമായ രോഗങ്ങൾ പരത്താൻ രീതിയിലുള്ള ഇത് ആ വെള്ളത്തിലുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് നഗരസഭ അന്ന് ആ വെള്ളം അതൊന്ന് ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ ഇനി അതിലേക്ക് ആരും ഇറങ്ങാതിരിക്കാനോ അത് ഒഴുകി പോകണോ തടയാനോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ആ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അവരവിടെ ഒതുങ്ങി ചെയ്ത. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് ഈ നികത്തിൽ നിന്ന് വന്നതാവാം. കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലിൻ്റെ കിണർ മൂടിയെന്നാണ് പറഞ്ഞത്. വെറുതെ ആ കിണർ മൂടോ? കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുള്ളതാണ്. ഞാൻ പറയണ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മണ്ണ് എടുത്താണെങ്കിലോ അല്ലെങ്കിൽ അതിന് വേണ്ട അവിടുത്തെ ആ പരിസരങ്ങളിലെ വെള്ളം വെച്ച് പരിശോധിച്ച് അവിടെ മുതൽ ഇത് ഉറവിടം കണ്ടെത്തണം.
അല്ലാതെ ഏതെങ്കിലും തൽക്കാലം ഒരു വന്ന വാർത്ത ഒതുക്കി കളയാൻ വേണ്ടി ഏതെങ്കിലും ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ പേരിൽ പഴിചാരിയും കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഇതിൻ്റെ ഈ ജനങ്ങളുടെ ആശങ്ക വളരെ ഗൗരവമായ രീതിയിലാണ് ഹോസ്പിറ്റലിൽ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ കിടക്കുന്നത് ഓരോരുത്തർ. അപ്പം അതനുസരിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇവരൊക്കെ ചികിത്സാ ചെലവ് നഗരസഭ വഹിക്കണമെന്നാണ് ഇപ്പോൾ പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഉത്തരവാദിത്വം പറയും? 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപയൊക്കെ ആസ്റ്റർ മെഡിസിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഇറങ്ങുമ്പോൾ അന്നന്ന് ജോലി എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കാണ് ഇത് മുറിച്ചേക്കണം. അവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നേക്കുന്ന വലിയൊരു ബാധ്യതയാണ്. ഇപ്പോൾ ജനങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ഓരോ ചാനലുകളിലൊക്കെ വന്നു അവരെ സഹായിക്കണം, കൂട്ടായ്മയോട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം നാനാജാതി ആളുകളും പ്രശ്നങ്ങളിലാണ്, സാമ്പത്തികമായോ അല്ലാതെ. ഇപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ ഒരു മോനും ഹോസ്പിറ്റലിലായിരുന്നു. 10-12 ദിവസം കിടന്നിട്ടാണ് അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ കുടുംബങ്ങളിൽ അത്തരത്തിൽ വരുമ്പോൾ എല്ലാവരും സാമ്പത്തികമായ പ്രശ്നങ്ങളിലാണ്. അതിനിടക്ക് ഇത്രയും ഭാരിച്ചൊരു തുകയൊക്കെ വരുമ്പോൾ അവർ വളരെ കഷ്ടത്തിൽ പോകും, നമുക്കറിയാലോ. അപ്പം നഗരസഭ അത് ഏറ്റെടുക്കണമെന്നാണ്. ആ ചികിത്സാ ചെലവ് വരുന്നത് മൊത്തം നഗരസഭ ഏറ്റെടുത്ത് അതിന് പരിഹാരം. പിന്നെ ഈ അസുഖം ഇനി ബാധിക്കാതിരിക്കാൻ, കൂടുതൽ വ്യാപിച്ചു പോവാതിരിക്കാൻ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഉറവിടങ്ങൾ കണ്ടുപിടിച്ച് ഇനി അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കുകയും ഇവിടങ്ങളിലുള്ള ഹോട്ടലുകളിലെല്ലാം പരിശോധന നടത്തി അത് വൃത്തിഹീനമല്ല എന്നും കുടിവെള്ളം എങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ ഹോട്ടലുകളിലും കുപ്പിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷയം തുടങ്ങിയപ്പോൾ നഗരസഭ അല്ലെങ്കിൽ ഹെൽത്ത് പരിശോധന വരുമെന്ന് കണ്ടപ്പോൾ കുപ്പിവെള്ളം ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെയുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുപോകണം. കാരണം ഇത് കാരണം എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ മാത്രം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. പരിശോധന ശക്തമാണെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വരണം. ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ കൗൺസിലറുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ഭാഗത്താണെങ്കിലും എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണം. ഇപ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ആളുകളുടെ മുന്നിലേക്ക് ഇത് പടരാതിരിക്കാൻ എന്ത് ചെയ്യണം, കിണറിൽ നിങ്ങൾ മറ്റ് സാധനം ഇടണമെന്ന് ഇതുപോലുള്ള ബോധവൽക്കരണവുമായിട്ട് ഹെൽത്ത് തന്നെ വന്നത്. അപ്പോഴത്തേക്കും ഇത് വന്നു തുടങ്ങിയിട്ട് അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ ഹെൽത്തിൻ്റെ അടുത്തോട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, വാർഡ് കൗൺസിലർമാർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, നമുക്കറിയില്ല. കാരണം അവർ അത്രയും വൈകി. അപ്പോൾ ഇനി ഒരു വിപത്ത് വരാതിരിക്കട്ടെ, അഥവാ വന്നാൽ, കാരണം കാലങ്ങളായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ മാറി മാറി ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ വന്നാൽ അത് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഹെൽത്ത് എത്രയും പെട്ടെന്ന് എടുക്കണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും പ്രശ്നത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും. അതുപോലെ കുടിവെള്ളം കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് ഹെൽത്ത് ഒന്ന് കറക്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ജലസ്രോതസ്സുകളെ ബാധിക്കുന്ന തരത്തിലാണ് ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ പ്രദേശത്ത് നിരവധി തവണ കക്കൂസ് മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പേരിൽ മാത്രം നടത്തിയെന്നും ആരോപണമുണ്ട്. കളമശ്ശേരി സയൻസ് പാർക്കുമായി ബന്ധപ്പെട്ട് ഉല്ലാസ ബോട്ടുകൾ ഇറക്കുന്നതിന് ജലപരിശോധന നടത്തിയപ്പോൾ അതിലെ ഈ കോളി ബാക്ടീരിയയുടെ അളവ് അധികമായതിനാൽ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയുള്ള ബോട്ടിങ്ങിനുള്ള അനുമതി ലഭിച്ചില്ല. ഗോൾഡ് സൂക്കിൽ നിന്നും ബയോമാലിന്യമടക്കം ഇതിലേക്ക് ഒഴുകിയെത്തുന്നത് ചാനലുകളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസുമാണ്. കിൻഫ്രയിലെ കമ്പനികളിലെ കക്കൂസ് വെള്ളമടക്കമുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് ഈ കുളത്തിലാണ്. മഞ്ഞപ്പിത്ത വ്യാപനത്തിന് ഇതും ഒരു കാരണമായേക്കാം.